അപ്പോൾ ഇന്ന് ഏട്ടൻ ഒരു ടൊമാറ്റോ റൈസാണ് എനിക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഏട്ടൻ ആദ്യം തന്നെ അരിയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി കുറേ വട്ടൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ അരിയൊക്കെ നന്നായി ഫ്രഷ് ആയിട്ട് എടുക്കണം. അങ്ങനെ പിന്നെ തക്കാളി ഒരു 10-15 തക്കാളി, ഒരു 3-4 പച്ചമുളകാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ ഇതിനകത്തൊക്കെ എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം. അങ്ങനെ അതൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കാം. എന്നിട്ട് അതിന് ശേഷം ഒരു വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. ആ ഒരു വെളുത്തുള്ളി കട്ട് ചെയ്ത് നമ്മൾ വൃത്തിയാക്കിയിട്ടെടുക്കാൻ തോലൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെളുത്തുള്ളി നേരാക്കാൻ പറ്റുമെന്നാണ് ഏട്ടൻ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഈ വെളുത്തുള്ളി നേരാക്കലാണ് ഏറ്റവും ഇഷ്ടമില്ലാത്ത പണി. ഏട്ടൻ അത് ചെയ്യുന്നുണ്ട്, ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്തു. ഇറ്റ്സ് എ ടഫ് ജോബ് ഗൈസ്. അതാണ് ഏട്ടൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് ഏട്ടൻ അതാ കഴുകാൻ പോകുന്നുണ്ട്. വെളുത്തുള്ളി കഴുകുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇഞ്ചി കഴുകുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചി തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതയ്ക്കാണ് ചെയ്യണത്. ചതയ്ക്കുന്നുണ്ട്. ചതച്ചിട്ട് നന്നായി രണ്ടും കൂടെ ചതച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് ചതച്ചിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ അതെന്ത് ചെയ്യും, പച്ചമുളക് റെഡിയാക്കണം. പച്ചമുളക് അരിയുന്നു. പിന്നെ നമ്മൾ പച്ചമുളക് അരിഞ്ഞ ശേഷം തക്കാളികൾ ഓരോന്നായി ചെറിയ തക്കാളികളാക്കാം നമ്മൾ എടുത്തത്. എന്നിട്ട് നന്നായിട്ട് അതൊന്നിനെ കട്ട് ചെയ്യാം, ഒക്കെ റെഡിയാക്കാം. ചടപടേന്ന് തക്കാളിയൊക്കെ അരിഞ്ഞു. അതാ സെറ്റല്ലേ. അപ്പോൾ ഇതിന് അമ്മതാ ചെമ്പിൽ വെള്ളമൊക്കെ വെച്ചു അരി ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ വേറൊരു പാത്രം വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് കടുകും പിന്നെ അതുപോലെ തന്നെ ഉഴുന്നും പൊട്ടുകടലയും കൂടെയാണ് ഉള്ളത്. അതിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിൽ നമ്മൾ നേരത്തെ മാറ്റിയ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് അരിഞ്ഞിട്ടും കൂടെ ഇടുക. ഇത് നന്നായിട്ട് ഇളക്കുക. അതൊന്ന് കളർ മാറുന്ന വരെ. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തക്കാളിയില്ലേ അതതിലിടാം. അതതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിന് അരി തിളച്ചു. അപ്പം അങ്ങനെ അരി തിളച്ചപ്പോൾ വെള്ളം തിളച്ചപ്പോൾ അരി ഇട്ടു. അരി ഇട്ടിട്ട് നമ്മളത് നേരെ ഏട്ടനത് നല്ല വൃത്തിയാക്കിയിട്ട് അരി ഇട്ടു. പിന്നെ അതാ നമ്മൾ നേരത്തെ ഇതാക്കി വെച്ചതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് ഇട്ടത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് എത്രയെന്ന് വെച്ചാൽ ഇടാന്നുള്ളൂ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തു. നേരത്തെ കുറേ മിക്സ് ചെയ്തിട്ട് കേട്ടോ അത് തക്കാളി അങ്ങനെ ആയത്. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം പറഞ്ഞിട്ട് പിന്നെ ഒന്ന് ഇളക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മുടെ അരി അവിടെ റെഡിയായി. എന്നിട്ട് അമ്മ അത് ചോറ് വാരാൻ വെക്കുന്നുണ്ട്. എന്നിട്ട് ചോറൊക്കെ വാർന്ന ശേഷം അതെടുത്ത് വേവൊക്കെ നോക്കി അമ്മ വേവൊക്കെ കറക്റ്റ് ആക്കിയിട്ട് ഞങ്ങൾക്ക് തന്നു. എന്നിട്ട് അതങ്ങനെ നമ്മൾ നേരത്തെ നമ്മളെ തക്കാളിയിലെ അതിൽ ചോറിങ്ങനെ ഇടുക. എന്നിട്ട് ഒക്കെ മിക്സ് ചെയ്തിട്ട് അമ്മ മൊത്തം ചെമ്പ് കൊടുക്കണ കുട്ടി. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ഫുൾ ക്രെഡിറ്റ് ഏട്ടനാണ് ഞങ്ങളെ വീട്ടിലെ ഏറ്റവും ചേച്ചിക്കാണ്. പക്ഷേ ഏട്ടനാണ് എപ്പോഴും ഓരോ വെറൈറ്റി പരീക്ഷിക്കുക. അപ്പോൾ ഇതിന് അമ്മ മീൻ വറുത്ത്. ഇത് അയിലമീനാണ്. നമ്മുടെ സ്പെഷ്യൽ മസാലക്കൂട്ടുണ്ടാകും. അതിലൊക്കെ നല്ല പൊരിച്ചെടുക്കുന്നു അമ്മ. അപ്പോൾ പിന്നെ വേറൊരു കരിമീനുണ്ടായിരുന്നു. അപ്പോൾ ഒരൊറ്റെണ്ണം. അപ്പോൾ അതും കൂടെ അമ്മ വറുക്കാമെന്ന് പറഞ്ഞിട്ട് അതും അമ്മ വറുക്കണുണ്ടായിരുന്നു. കരിമീൻ അയില വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്. അപ്പോൾ നമ്മുടെ സുട് ചോറ് ഇവിടെ വന്നു ഗൈസ്. അതമ്മത പ്ലേറ്റിലേക്ക് മാറ്റി ആവി പറക്കുന്ന ടൊമാറ്റോ റൈസ്. വണ്ടർഫുൾ. അപ്പോൾ ഏട്ടനൊരു വാഴൻ്റെ ഇലയൊക്കെ വെട്ടി എനിക്കത് എൻ്റെ വാഴൻ്റെ ഇലയിലേക്ക് പ്ലേറ്റിൽ നിന്ന് മാറ്റി തന്നു. എന്നിട്ട് പിന്നെ നല്ല പൊരിച്ച മീനും കൂടെ എനിക്ക് ഏട്ടൻ കൊണ്ടുവന്ന് തന്നു. ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ചു. പിന്നെ ഞാൻ തിന്നാൻ തീരുമാനിച്ചു.
ഒരൊറ്റ തിന്നല. ഓ ആദ്യത്തെ ബൈറ്റ്, ഓ മൈ ഗാഡ്. ഓ എക്സലൻ്റ്. ആദ്യത്തെ ആ ഒരൊറ്റ വായ ഉണ്ടല്ലോ, ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ. എന്താ എങ്ങനെയാണ് ഇപ്പം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു പ്രത്യേക ഒരു രസം ഉണ്ടായിരുന്നു. ആ മറ്റേ പൊട്ടുകടലയും ഉഴുന്നൊക്കെ കടിക്കണോണ്ട്. പിന്നെ ഒരു കഷ്ണം മീനൊക്കെ പൊട്ടിച്ച് അതിൽ വെച്ചിട്ടൊരു വായ വെച്ച. ഓ മൈ ഗാഡ്. പൊട്ടുകടലൊക്കെ കടിക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള, ഉഴുന്നാണെങ്കിലും അതെ, സൂപ്പർ. നമുക്ക് വെറുതെ ഒറ്റയ്ക്ക് തിന്നാം, അടിപൊളി. എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. ബൈ ഗായ്സ്.